ഹായ്, ഞാൻ സ്നേഹ. SL ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പാർട്ട്ണർക്ക് അതല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണ് നിങ്ങളോടുള്ളത് ഒരു ജെന്യുൻ ലവ് തന്നെയാണ് എന്നുണ്ടെങ്കിൽ, അതായത് യഥാർത്ഥമായ സ്നേഹമാണെങ്കിൽ അതറിയാനായിട്ട് നമുക്ക് കഴിയുന്ന അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ചിലപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കാം, ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കാം. എങ്കിൽ കൂടി ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണത്. സോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയും എങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നത്, റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ആ പേഴ്സൺ ശ്രമിക്കും എന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ട് ഏതൊരു റിലേഷൻഷിപ്പിൻ്റെയും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ ഒന്ന് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്, മനസ്സിലാക്കുക എന്നുള്ളത്. നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അതായത് നമ്മൾ സ്നേഹിക്കുന്ന പേഴ്സൺ നമ്മളെ മനസ്സിലാക്കിയിരിക്കണം, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരണം. ഇങ്ങനെയൊക്കെ എല്ലാവരും, അതായത് സ്നേഹിക്കുന്ന പ്രണയിക്കുന്ന എല്ലാവരും വിചാരിക്കാറുള്ള കാര്യമാണ്. സോ ഇത്തരത്തിൽ ഇവിടെ സംഭവിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ എല്ലാ വേദനകളും നിങ്ങളുടെ സന്തോഷങ്ങളും എല്ലാം ആ പേഴ്സൺ അറിയുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ പൂർണ്ണമായും നിങ്ങൾ എന്താണ് എന്നുള്ളതും ആ പേഴ്സണ് അറിയാം എന്നുള്ളതാണ്. ഇത്തരത്തിൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കും. സോ ഇങ്ങനെ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള, നിങ്ങളുടെ ഏതൊരു കാര്യത്തിലും നിങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ, അങ്ങനെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ അവർ യഥാർത്ഥമായിട്ട് പ്രണയിക്കുന്നുണ്ട് എന്നതിന്റെ ഒന്നാമത്തെ സൈനായിട്ട് എടുക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് ലിസണിങ് ആണ്. അതായത് നന്നായിട്ട് തന്നെ അവർ കേട്ടിരിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ആ പേഴ്സൺ കേട്ടിരിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ വികാരങ്ങളെയും നിങ്ങളുടെ താല്പര്യങ്ങളിലും എല്ലാത്തിലും അവർ വളരെയധികം ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതേസമയം നമുക്കിവിടെ കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആ വ്യക്തി ഓർത്തിരിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അതായത് അവർ കേട്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടാവും, അതെല്ലാം ഓർത്ത് വെക്കുന്നുണ്ടായിരിക്കും. സോ ഇത്തരത്തിൽ ഒരു ആക്റ്റീവ് ലിസണിങ് അവരുടെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ടെങ്കിൽ അതും നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നതിന്റെ മറ്റൊരു സൈനായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വൈകാരികമായ പിന്തുണയാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വരുന്ന സമയത്തൊക്കെ അവർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അറിയാനായിട്ട് കഴിയുണ്ടാവും. അതായത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിൽ ചിന്തിക്കാം, നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും വിഷമം വരുന്ന സമയത്ത് ആ വ്യക്തി എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ അത് അവർ നിങ്ങൾക്ക് തരുന്നൊരു വാഗ്ദാനമാണ്. അതായത് ആ ഒരു വിശ്വാസം അവരവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വരുന്ന സമയത്ത് അവർ നിങ്ങളെ പിന്തുണയ്ക്കാനായിട്ട് എപ്പോഴും കൂടെ നിൽക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. മീൻസ് ആ വിഷമം മാറ്റാൻ വേണ്ടി അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു വൈകാരികമായ പിന്തുണ ആ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് നമ്മുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും അതല്ലെങ്കിൽ ആ വിഷമത്തിൽ നമ്മുടെ കൂടെ പങ്കുചേരാനും കഴിയുള്ളൂ. സോ അത് ഇവരുടെ ഭാഗത്തു നിന്ന് കാണുന്നുണ്ടെങ്കിൽ അതൊരു ജെന്യുൻ ലവിന്റെ ഒരു സൈനായിട്ട് നമുക്ക് എടുക്കാം. ഇനി നാലാമത്തെ മറ്റൊരു സൈൻ എന്ന് പറയുന്നത് നിങ്ങളെ അവർ പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ബലഹീനതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് സ്ട്രെങ്ത് ആയിരിക്കാനായിട്ട് കഴിയുന്നത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ പാസ്റ്റ് എന്താണെന്നുള്ളത് അറിഞ്ഞാൽ പോലും അവർക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ പാസ്റ്റും ഫ്യൂച്ചറും എല്ലാം മനസ്സിലാക്കിയിട്ടും അവർ നിങ്ങളെ അംഗീകരിക്കാനും സ്നേഹിക്കാനും തയ്യാറാവുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇങ്ങനെ ഒരാളെ കിട്ടുന്നത് നമുക്ക് കുറച്ച് പ്രയാസമാണ് കേട്ടോ. അതായത് നമ്മുടെ പാസ്റ്റിലൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരിക്കാം. സോ ചിലർക്ക് എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ അത്ര വലിയ ഇഷ്ടം ഉണ്ടാവില്ല എന്നുള്ളതാണ്. റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ നല്ല മീൻസ് നമ്മൾ നന്നായി മുന്നേ വേറൊരാളെ പ്രണയിച്ചിരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നിലവിലുള്ള നമ്മൾ പ്രണയിക്കുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണർക്കോ അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ കിട്ടുന്നത് വളരെ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ഇവിടെ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മളുടെ പാസ്റ്റിനെ കുറിച്ച് അറിഞ്ഞാലും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ എന്താവാനാണ് ആഗ്രഹിക്കുന്നത്, ഫ്യൂച്ചർ എങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഇതെല്ലാം മനസ്സിലാക്കി അതിനെ അംഗീകരിക്കുന്ന ഒരു പേഴ്സൺ. അതേപോലെ നിങ്ങളുടെ ബലഹീനതകളും എല്ലാം തന്നെ മനസ്സിലാക്കുന്ന അതിനെയും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അവരും നിങ്ങളെ യഥാർത്ഥമായിട്ട് പ്രണയിക്കുന്നുണ്ടായിരിക്കും. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് അവർ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ കൂടെ നല്ല ഗുണനിലവാരമുള്ള സമയം ആ വ്യക്തി ചെലവാക്കുന്നുണ്ടാവും. ഈ ഗുണനിലവാരമുള്ള സമയം എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളിത് എന്താ സംഭവം എന്നൊക്കെ ചിലർ വിചാരിക്കുന്നുണ്ടാവും. സംഭവം ഇത്രയേ ഉള്ളൂ, ഇപ്പം നമ്മൾ കൂടെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ സത്യസന്ധമായിട്ട് ആ ഒരു ടൈം നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ്. അതായത് ആ ഒരു ടൈമിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല, വേറൊന്നും ചെയ്യുന്നുണ്ടാവില്ല.
നിങ്ങൾ എന്താണ് പറയുന്നത് ആ കാര്യം കൃത്യമായി കേട്ടിരിക്കുകയായിരിക്കും. അതേപോലെ തന്നെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ഓപ്പൺ ആയിട്ട് പറയായിരിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ രണ്ടുപേരുടെ മാത്രമായ ഒരു ടൈമായിട്ട് അത് മാറുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ആ ഒരു ടൈമിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയിട്ടുള്ള ആ ഒരു ടൈം, അതായത് നിങ്ങൾക്ക് വേണ്ടി അവർ ഇത്തരത്തിലുള്ള സമയം തരുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവർ ഇത്ര വലിയ തിരക്കുള്ള ഒരാളാണെങ്കിലും ഈ ഒരു ക്വാളിറ്റി ടൈം നിങ്ങൾക്ക് വേണ്ടി അവർ സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ടാവും. മാത്രമല്ല ഉപാധികളില്ലാതെ ആയിരിക്കും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. അതായത് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങളെ പ്രണയിക്കുന്നുണ്ടായിരിക്കും, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിന് ഒരു അതിര് അവർ വെക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. ആ സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവരുടെ ഓരോ പ്രവൃത്തിയിലും നിങ്ങൾക്ക് അത് കാണാനായിട്ട് കഴിയുന്നുണ്ടാവും. അവർ നിങ്ങൾ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ നിങ്ങളോട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ 4-5 പോയിന്റ്സ് അതെല്ലാം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഏതെങ്കിലും 1-2 ഇല്ലാന്ന് കരുതിയിട്ട് നിങ്ങൾ അതിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഓരോരുത്തരുടെയും സ്നേഹ പ്രകടിപ്പിക്കൽ വളരെ ഡിഫറെൻ്റ് ആണ്. എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ല, വ്യത്യസ്തമായ തരത്തിലാണ് എല്ലാവരും പ്രകടിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളുണ്ടായിരിക്കണമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 2-3 ഒക്കെ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ കിട്ടുന്നത് ഭാഗ്യമാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ 1-2 എണ്ണം ഇല്ലാന്ന് കരുതിയിട്ട് അവർക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്നുള്ളതും നിങ്ങൾ ചിന്തിക്കരുത്. ഇത് നമ്മൾ നോർമലായിട്ട് എല്ലാ ആളുകളിലും വരുന്ന കാര്യങ്ങളാണ്, പറഞ്ഞതെന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ മനസ്സിലായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്